നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവി നമഃ. വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ സ്വിച്ച് വേർഡ്സിനെ കുറിച്ചാണ്. കാരണം ഒത്തിരി പേര് മെസ്സേജിലൂടെയും കോൾസിലൂടെയും എനിക്ക് സ്വിച്ച് വേർഡിനെ കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് കേട്ടിരുന്നു. അതിനാൽ ഇന്ന് സ്വിച്ച് വേർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ 1 by 1 ആൾക്കാരെ എടുത്ത് നോക്കിയാൽ പ്രോബ്ലംസ് ഇല്ലാത്തതായിട്ട് ഒറ്റ മനുഷ്യർ പോലും ഉണ്ടാവില്ല. ഓരോരുത്തർക്ക് അവരവരുടേതായ പ്രോബ്ലംസ് ഉണ്ടാകും. അതിൽ നിന്ന് റിക്കവർ ആകാനായിട്ട് ഈ സ്വിച്ച് വേർഡ് നന്നായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒത്തിരി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്വിച്ച് വേർഡ്സ് 5 പറയുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏത് സ്വിച്ച് വേർഡാണോ ആവശ്യം, നിങ്ങൾക്ക് സ്യൂട്ട് ആകുന്ന സ്വിച്ച് വേർഡ് ഏതോ അത് ഡെയിലി ജീവിതത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്വിച്ച് വേർഡ് എങ്ങനെ യൂസ് ചെയ്യണമെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്നുകൂടെ പറയാം. മനസ്സ് കാം ആൻഡ് ക്വയറ്റായിട്ട് വെച്ചിട്ട് ബഹളമൊന്നും ഇല്ലാത്ത ഒരിടത്തിൽ പോയിരുന്നിട്ട് മനസ്സിൽ വേറെ ഒരു ചിന്തകളും വരാൻ പാടില്ല. എന്നിട്ട് വരാഹി അമ്മയെ മനസ്സിൽ വിചാരിച്ച് അമ്മയോട് പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾക്ക് എന്ത് നടക്കണമോ അത് പ്രാർത്ഥിച്ച് അമ്മയെ, വരാഹി അമ്മയെ മനസ്സറിഞ്ഞ് വിളിച്ചിട്ട് നിങ്ങൾക്ക് സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. സ്വിച്ച് വേർഡ് മീൻസ് നമ്മൾ സാധാരണ പോലെ കൗണ്ടിങ്ങിൽ കുറച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. ഞാനിന്നീ പറയുന്ന സ്വിച്ച് വേർഡ്സ് എല്ലാം 21 തവണ ഉച്ചരിക്കണം. അതായത് നിങ്ങൾ നല്ല മനസ്സോടുകൂടി, മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ലാതെ ഒഴിഞ്ഞ ഒരിടത്തിൽ പോയി ഇരുന്നിട്ട് വരാഹിയമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം 21 തവണ സ്വിച്ച് വേർഡ് പറയുക. അതല്ലെങ്കിൽ കുറച്ച് ടൈം എടുത്ത് 21 തവണ ഈ സ്വിച്ച് വേർഡ് ഒരു മാനിഫെസ്റ്റേഷൻ നോട്ടിൽ ഡെയിലി നിങ്ങൾക്ക് എഴുതാമെന്ന് വെച്ചാൽ ഡേറ്റ് ഇടുക. ഇന്നത്തെ ഡേറ്റിൽ 21 ടൈംസ് എഴുതുക. ദെൻ നാളെ അതുപോലെ നിങ്ങൾക്ക് 21 ടൈംസ് എഴുതുക. അത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. അത് അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ ടൈം കിട്ടുന്നുവോ അപ്പോൾ നിങ്ങളിത് ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഇതിന് സമയം എന്നൊന്നില്ല. റിലാക്സ്ഡ് ആയിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിങ്ങൾ ഇരുന്ന് ഇത് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. 21 തവണ പറയുകയോ എഴുതുകയോ പറഞ്ഞെഴുതുകയോ. അതും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിൽ അല്ലെങ്കിൽ ഉള്ളം കൈയിലോ അല്ലെങ്കിൽ കൈയുടെ ഭാഗത്തോ ഇടത് സൈഡിൽ ഒരു സ്കെച്ച് പെന്നോ അല്ലെങ്കിൽ ഒരു മാർക്കർ പെന്നോ വെച്ചിട്ട് ദിവസവും രാവിലെ സ്വിച്ച് വേർഡ് എഴുതി വയ്ക്കുക. അത് നിങ്ങൾ കാണുന്ന രീതിക്കായിരിക്കണം. കണ്ട് നിങ്ങൾ എപ്പോൾ ടൈം കിട്ടുന്നുവോ അപ്പോഴെല്ലാം ഈ സ്വിച്ച് വേർഡ് ഇത് നോക്കി പറയുക. അത് വൈകുന്നേരം സമയത്ത് അഴിഞ്ഞു പോയാൽ എന്നുവെച്ചാൽ അത് റിമൂവ് ആയി പോയാൽ നിങ്ങൾ വീണ്ടും തിരിച്ച് പുതുതായിട്ട് എഴുതി വയ്ക്കുക. ഇത് രാവിലെയും വൈകിട്ടും 2 നേരം ഇടത് കൈയിൽ മീൻസ് ഇടത് സൈഡിൽ നമ്മൾ കാണുന്ന രീതിക്ക് എവിടെ വേണേലും എഴുതി വയ്ക്കാം. ഇടത് കൈക്കുള്ളിലോ വാച്ചോ വളയോ ഇടുന്ന ഏരിയയിലോ എഴുതി വയ്ക്കാം. ഇതിനുപരി നിങ്ങൾ വെള്ളം കുടിക്കുന്ന ബോട്ടിലുണ്ടല്ലോ, അതിൻ്റെ മേലെ നിങ്ങൾക്കിത് എഴുതാം. ഓരോ തവണ കുടിക്കുന്ന വെള്ളത്തിലും എഴുതിയ വാക്കിൻ്റെ ശക്തി ഇറങ്ങുന്നതാണ്. സോ ഈ വാട്ടർ മന്ത്രവെള്ളം ഓർ ചാർജ്ഡ് വാട്ടറായി മാറുന്നതാണ്. അങ്ങനെ നിങ്ങൾ കുടിക്കുമ്പോഴും ഈ മന്ത്രം പ്രവർത്തിച്ചു തുടങ്ങും. ആദ്യം നോക്കുന്ന സ്വിച്ച് വേർഡ് നിറയെ പേര് ചോദിച്ചതാണ്. അതിൽ മെയിൻലി എൻ്റെ ഓർമ്മയിൽ ഒരു അമ്മ മകന് വേണ്ടിയിട്ട് എനിക്ക് കോൾ ചെയ്ത് കേട്ടിരുന്നു. എന്നുവെച്ചാൽ ആ കുട്ടിക്ക് എല്ലാ വിഷയത്തിലും നല്ല മാർക്ക്, 90% മാർക്കുണ്ട്. പക്ഷേ മലയാളം എന്ന സബ്ജക്റ്റിന് കുട്ടി എപ്പോഴും ഫെയിലാവുന്നു. മലയാളം മാതൃഭാഷയായിട്ടും കുട്ടിക്കത് പറ്റുന്നില്ല. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആ കുട്ടി കടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യാനുള്ള സ്വിച്ച് വേർഡാണ് ആദ്യം നോക്കുന്നത്. മകനോ മകളോ ശരിയായി പഠിക്കുന്നില്ല, പഠിക്കുന്ന എല്ലാം മറന്നു പോകുന്നു, എങ്ങനെയെങ്കിലും പരീക്ഷയ്ക്ക് ജസ്റ്റ് പാസ്സാകാനുള്ള മാർക്ക് കിട്ടിയാലും മതി. ഇപ്പോൾ ആ കുട്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ ഓരോ കുട്ടികൾക്ക് അവരവരുടേതായ ടേസ്റ്റ് ഉണ്ട്. ചില സബ്ജക്റ്റുകൾ അവർക്ക് ടഫായിരിക്കും. ഇപ്പോൾ മാത്സ് ടഫായവരുണ്ട്, എന്നാൽ അവർക്ക് ഫിസിക്സ് കെമിസ്ട്രി എല്ലാം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്നാൽ ഈ മാത്സ് എന്ന സബ്ജക്റ്റിന് ജസ്റ്റ് പാസിനുള്ള പെർസെൻറ്റേജ് മാത്രം കിട്ടിയാൽ മതി ആ സബ്ജക്റ്റിന് എന്ന് കരുതുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വിച്ച് വേർഡ്. അവർക്ക് ഈ സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാം. ഓൺ ഡിവൈൻ, ഓൺ
ഡിവൈൻ, ഓൺ ഡിവൈൻ. ഈ വേർഡ് എക്സാം എഴുതുന്ന കാൻഡിഡേറ്റ് മീൻസ് ഈ കുട്ടി തന്നെ ഉച്ചരിക്കുമ്പോൾ അത് നന്നായിട്ട് വർക്കൗട്ടാവും. ഇപ്പം ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛനോ അമ്മയോ ചെയ്തു എന്ന് വെച്ചിട്ട് ഇത് അധികം വർക്കൗട്ട് ആകണമെന്നില്ല. ഈ ഭയത്തോടെ ഇരിക്കുന്നവർ തന്നെ ഉച്ചരിക്കുക. ദിവസേന 21 ടൈംസ് ഒരു പ്രെയർ മാതിരി കരുതി ഇത് ഉച്ചരിക്കുക. എന്നിട്ട് ഏത് സബ്ജക്റ്റാണോ പ്രോബ്ലം എന്നുള്ളത്, അതല്ല എല്ലാ സബ്ജക്റ്റിനും മാർക്ക് വാങ്ങണമെന്ന് ഉണ്ടെങ്കിൽ ഇത് ഉച്ചരിച്ച ശേഷം പഠിക്കാൻ തുടങ്ങുക. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത് നോക്കുന്ന സ്വിച്ച് വേർഡ്, നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് അപ്പിയർ ചെയ്യാനിരിക്കുന്നു. ആ എക്സാമിന് നിങ്ങൾക്ക് നല്ല റാങ്ക് വരണം. അതിനായിട്ട് ഉച്ചരിക്കേണ്ട സ്വിച്ച് വേർഡാണ്. ആര് എക്സാം എഴുതുന്നുവോ അവർ തന്നെ ഉച്ചരിക്കണം. ഇപ്പോൾ PSC എക്സാം ഉണ്ട്, നീറ്റ് ഉണ്ട്, JEE എക്സാം ഉണ്ട്, അങ്ങനെ പലതരം എക്സാമിന് വേണ്ടിയിട്ടും പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കുമല്ലോ ഒട്ടുമുക്ക. ഇപ്പോൾ എല്ലാം എൻട്രൻസ് വഴി ആയതിനാൽ അതിന് മാർക്ക് സ്കോർ ചെയ്തെടുത്താൽ മാത്രമേ അഡ്മിഷന് കിട്ടിപ്പോകാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല പഠിക്കുന്നതിനായാലും ജോലിക്കായാലും അങ്ങനെയാണ്. ഈ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. റീച്ച്, ഗുഡ്, റാങ്ക്. ഏത് എക്സാമാണോ നിങ്ങൾ എഴുതുന്നത്, എക്സാമിൻ്റെ നെയിം ഡിവൈൻ. റീച്ച്, ഗുഡ്, റാങ്ക്, നീറ്റ്, ഡിവൈൻ. അതായത് നമ്മൾ ഏത് എക്സാമാണോ അപ്പിയർ ചെയ്യുന്നത് ആ എക്സാമിൻ്റെ നെയിം എഴുതിയിട്ട് വേണം ഇത് ഉച്ചരിക്കാനായിട്ട്. 21 തവണ ഉച്ചരിക്കുക. എഴുതാൻ പറ്റുന്നവർ ഒരു നോട്ടിൽ എഴുതുക. മൂന്നാമതായി നോക്കുന്നത് നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ച് വേർഡാണ്. നിങ്ങൾക്ക് പ്രൈവറ്റ് ജോലി ആയാലും ഗവൺമെൻറ് ജോലി വേണേലും ഈ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോഴെല്ലാം ഉച്ചരിക്കാവുന്നതാണ്. റീച്ച്, ഡിവൈൻ, ജോബ്, കൗണ്ട്, ഡൺ. റീച്ച്, ഡിവൈൻ, ജോബ്, കൗണ്ട്, ഡൺ. ഫോർത്ത് വൺ നമ്മുടെ ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് നല്ല വളർന്ന് നിറയെ കസ്റ്റമേഴ്സ് വരണം, ലാഭം വരണം. തൊഴിൽ അത് വെളിയിൽ ചെയ്താലും നമ്മൾ വീട്ടിലിരുന്ന് ചെയ്താലും അതിന് നല്ല ബിസിനസ് നടക്കണം, ലാഭം വരണം. അതിനായിട്ട് ഡെയിലി ഉച്ചരിക്കേണ്ട സ്വിച്ച് വേർഡാണിത്. 21 തവണ കുറഞ്ഞത് ഇത് ഉച്ചരിക്കണം. 108 തവണ ആയാലും ഓക്കെ. ഫ്രീ ടൈമിൽ നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് എഴുതുകയുമാകാം. എഴുതുമ്പോൾ പെട്ടെന്ന് ഫലം ലഭിക്കുകയും നല്ല ഫലം ലഭിക്കുകയും ചെയ്യും. ടുഗദർ ഡിവൈൻ, ടുഗദർ ഡിവൈൻ, ടുഗദർ ഡിവൈൻ. ഫിഫ്ത്ത് വൺ ഈസ് മോസ്റ്റ് വാണ്ടഡ് സ്വിച്ച് വേർഡ് എന്ന് പറയാം. നിറയെ പേർക്ക് ആവശ്യമുള്ളത്. എന്തെന്നാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സ്വിച്ച് വേർഡാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഈ സ്വിച്ച് വേർഡും യൂസ് ചെയ്ത് കൂടെ ട്രീറ്റ്മെൻറ്റും എടുക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആകുന്നതാണ്. അതിനേക്കാൾ ഉപരി ഇത് ചെയ്യുന്നതോടൊപ്പം ദൈവപ്രാർത്ഥന കൂടെ വേണം. എല്ലാം കൂടെ ചേരുമ്പോൾ വരാഹിയമ്മയുടെ അനുഗ്രഹവും കൂടെ കിട്ടുമ്പോൾ റിസൾട്ട് പോസിറ്റീവായിരിക്കും. ഈ സ്വിച്ച് വേർഡിന് പ്രത്യേകിച്ച് കൗണ്ടില്ല. എത്ര തവണ പറ്റുമ്പോഴെല്ലാം ഊണിലും ഉറക്കത്തിലും എപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുവോ മൈൻഡ് കാമായിട്ട് വെച്ചിട്ട് എപ്പോഴും നിങ്ങൾക്കിത് ഉച്ചരിക്കാവുന്നതാണ്. ബ്രിങ് പെർഫെക്റ്റ് ഫുൾ കോപ്പി, ബ്രിങ് പെർഫെക്റ്റ് ഫുൾ കോപ്പി, ബ്രിങ് പെർഫെക്റ്റ് ഫുൾ കോപ്പി. അഗെയിൻ റിപ്പീറ്റ് ചെയ്യാം. ഇത് മാത്രം ഉച്ചരിച്ചാൽ പറ്റില്ല, ട്രീറ്റ്മെൻറ്റ് കറക്റ്റായിട്ട് നടത്തണം. കൂടെ ദൈവവിചാരവും ഉണ്ടായിരിക്കണം. ദെൻ സിക്സ്ത് വൺ ഈസ് മനോഹരമായ മുഖം കിട്ടുന്നതിന്, നല്ല ബ്യൂട്ടിഫുള്ളായ ആകർഷകമായ വശീകര ശക്തിയുള്ള ഒരു മുഖം കിട്ടാൻ ഈ സ്വിച്ച് വേർഡ് ഡെയിലി ഉച്ചരിക്കാവുന്നതാണ്. മുഖത്ത് മുഖക്കുരുവോ കരിവാളിപ്പോ ബ്ലെമിഷസ് സ്കാർ മാർക്സ് ഇവയെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് നിങ്ങളുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് വരും. അതിനായിട്ടാണ് ഈ സ്വിച്ച് വേർഡ് ഉച്ചരിക്കേണ്ടത്. ഡിവൈൻ ബ്ലസ് ഗ്ലോ ചാം, ഡിവൈൻ ബ്ലസ് ഗ്ലോ ചാം, ഡിവൈൻ ബ്ലസ് ഗ്ലോ ചാം. ഇത് നിങ്ങൾ 21 തവണ ഉച്ചരിക്കുന്നതിലും എഴുതുന്നതിലും നല്ലത് നിങ്ങൾ ദിവസേന കുളി കഴിഞ്ഞിട്ട് വന്ന് ഒരുങ്ങുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിന് ഉച്ചരിച്ചിട്ടേ ഇരിക്കണം. ഡെയിലി ഇത് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു മിറാക്കിൾ മാതിരി നിങ്ങളുടെ ഫേസിലെ വരുന്ന ചേഞ്ച്, ആ ഗ്ലോ കാണാൻ പറ്റുന്നതാണ്.
ഡെയിലി കുളി കഴിഞ്ഞ് വന്നിട്ട് ഒരുങ്ങുന്ന സമയത്തിന് ഇത് ഉച്ചരിച്ചിട്ടേ ഇരിക്കുക. നെക്സ്റ്റ് 7th വൺ, ഇത് ഒത്തിരി പേര് ചോദിച്ചതാണ്. എന്താ വെച്ചാൽ മുടി കൊഴിച്ചിലിന്, ഹെയർ ഫാളിനുള്ള സ്വിച്ച് വേർഡ് ഉണ്ടോ എന്ന്. അതിനും ഉണ്ട് സ്വിച്ച് വേർഡ്. അതായത് മുടി വളരില്ല, ഡാൻഡ്രഫ് പ്രശ്നം, കൊഴിച്ചിൽ, എന്നിരുന്നാലും ഏതിനായാലും നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് ചൊല്ലിയാൽ മതി. ഇത് നിങ്ങൾ ഡെയിലി തല മസാജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഓയിൽ വയ്ക്കുമ്പോഴോ മുടിയിൽ ജട എടുക്കുമ്പോഴോ ഇത് ചൊല്ലിയാൽ മതി. അത് കൂടുതൽ ആക്ടിവേറ്റ് ആകും. അല്ലാതെ ചുമ്മാ ഇരുന്ന് എഴുതി ചൊല്ലി അങ്ങനെ ചെയ്യേണ്ട. ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സ്വിച്ച് വേർഡ് പറയുക. അപ്പോൾ ഇത് പറയും തോറും ശക്തി വന്ന് പെട്ടെന്ന് ഫലം ലഭിക്കും. പറ്റാത്തവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ ദിവസേന 21 തവണ അത് രാത്രി ഉച്ചരിക്കാവുന്നതാണ്. സ്ട്രെച്ച്, ഡിവൈൻ, ടാപ്പ്, റൂട്ട്. സ്ട്രെച്ച്, ഡിവൈൻ, ടാപ്പ്, റൂട്ട്. സ്ട്രെച്ച്, ഡിവൈൻ, ടാപ്പ്, റൂട്ട്. നെക്സ്റ്റ് 8th വൺ ഈസ്, ദിസ് ഈസ് ആൾസോ എ മോസ്റ്റ് വാണ്ടഡ്. എല്ലാവർക്കും അത്യാവശ്യമുള്ള ഒരു സ്വിച്ച് വേർഡാണെന്ന് പറയാം. വെയിറ്റ് കുറയാനുള്ള സ്വിച്ച് വേർഡ്. ഈ സ്വിച്ച് വേർഡ് യൂസ് ചെയ്തു എന്ന് വെച്ചിട്ട് ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരും അതർ ആക്ടിവിറ്റി ചെയ്യുന്നവരൊന്നും അത് നിർത്താൻ നിൽക്കണ്ട. ഇത് ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒരു എക്സർസൈസ് റുട്ടീനും കൂടെ അതിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഓൾറെഡി പോയിട്ടിരിക്കുന്നവർ അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. കൂടെ ഈ സ്വിച്ച് വേർഡ് കൂടെ യൂസ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഡയറ്റ് പ്ലാന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അങ്ങനെ നിങ്ങൾ ചെയ്താലേ ഇത് തീർച്ചയായിട്ടും ഫലം കിട്ടുകയുള്ളൂ. നമ്മുടെ പ്രയത്നവും ഈ സ്വിച്ച് വേർഡും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. സ്വിച്ച് വേർഡും വേണം, നമ്മൾ കൊടുക്കുന്ന എഫേർട്ടും വേണം. ഉച്ചരിച്ചിട്ട് മാത്രം കാര്യമില്ല. സ്വിച്ച് വേർഡ് ഇതാണ്: ടുഗദർ, ഡിവൈൻ, ലൈറ്റ്, ചേഞ്ച്, നൗ. ടുഗദർ, ഡിവൈൻ, ലൈറ്റ്, ചേഞ്ച്, നൗ. ടുഗദർ, ഡിവൈൻ, ലൈറ്റ്, ചേഞ്ച്, നൗ. 21 തവണ ഉച്ചരിക്കുക. ദെൻ 9th ആൻഡ് ലാസ്റ്റ് വൺ ഈസ്, ഇത് വെയിറ്റ് കൂടാനുള്ള സ്വിച്ച് വേർഡാണ്. ഇത് നിങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് ഉള്ള ഫുഡ്, ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, അതിനുപരി നല്ല ഉറക്കം എന്നിവ നിങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ട് പോകണം. കൂടെ ഈ സ്വിച്ച് വേർഡ് കൂടെ ഉച്ചരിക്കണം. സ്വിച്ച് വേർഡ് ഇതാണ്: ആഡ്, പുട്ട്, ഓൺ, വെയിറ്റ്. ആഡ്, പുട്ട്, ഓൺ, വെയിറ്റ്. ആഡ്, പുട്ട്, ഓൺ, വെയിറ്റ്. വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടു കൂടി നിങ്ങളിത് ഉപയോഗിച്ച് നോക്കൂ. അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.